Hi friends, welcome back to our channel. ഏഴാം ക്ലാസ്സിലെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2024 അടിസ്ഥാന പാഠാവലിയുടെ മോഡൽ ചോദ്യപേപ്പറും അവയുടെ ഉത്തരവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം പുതിയ സിലബസ് ആണ്. അപ്പോൾ നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതേ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിനും വരുന്നത്. അപ്പോൾ ഇത് 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. ഓക്കെ, മരം നട്ട മനുഷ്യൻ എന്ന ഒരു പാരഗ്രാഫ്, ഒരു ചെറിയ ഒരു കഥ തന്നിട്ടുള്ളത്. ആൽപ്സ് പർവ്വതം പ്രോവൻസിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം. സഞ്ചാരികൾ പോകാറില്ലാത്ത ഒരു മലപ്രദേശത്തു കൂടി ഞാൻ തനിച്ച് ബഹുദൂരം നടക്കുകയായിരുന്നു. 3 ദിവസം നടന്നപ്പോൾ മരുവൽക്കരിക്കപ്പെട്ട ഭൂമിയിൽ പണ്ടെങ്ങോ വരണ്ടുപോയ ഒരു അരുവിക്കരയിൽ ഞാൻ എത്തപ്പെട്ടു. ഈ ഊഷര ഭൂമിയിൽ വെള്ളം കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. അപ്പോൾ അകലെ ഒരു മരത്തിൻ്റെ കുറ്റി പോലെ എന്തോ ഒന്ന് കാണാനായി. അത്ഭുതം, അതൊരു ആട്ടിടയനായിരുന്നു. വരണ്ടുണങ്ങിയ മണ്ണിൽ അയാളുടെ ചുറ്റുമായി 30 ആടുകൾ. മലമടക്കുകൾക്കിടയിലെ തൻ്റെ കുടിലിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഈ മലഞ്ചെരുവിൽ ഓക്കുമരങ്ങൾക്കിടയിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന 3-4 ഗ്രാമങ്ങൾ എനിക്ക് നന്നായി അറിയാം. മരം കത്തിച്ച് കരി ഉണ്ടാക്കി വിൽക്കലാണ് ഗ്രാമീണരുടെ ജോലി. ജീവിതം ഇവിടെ മഹാകഷ്ടമാണ്. തണുപ്പുകാലത്ത് അതിശൈത്യം, വേനലിൽ ദുസ്സഹമായ ചൂടും വരൾച്ചയും. മനുഷ്യരുടെ അത്യാഗ്രഹം അവരെ നാശത്തിലെത്തിച്ചിരിക്കുന്നു. അതിനു പുറമെ സിരകളെ വലിച്ചു മുറുക്കുന്ന നശിച്ച കാറ്റും. പിറ്റേന്ന് രാവിലെ ഇടയൻ്റെ കൂടെ ഞാനും നടക്കാൻ പോയി. അയാളുടെ കയ്യിൽ എൻ്റെ വിരലിൻ്റെ വണ്ണവും ഒരു വാര ഏകദേശം 90 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു കമ്പി ഉണ്ടായിരുന്നു. തോളത്ത് വിത്തുകൾ നിറച്ച ഒരു സഞ്ചിയും. കുറച്ചു ദൂരം നടന്ന് അയാൾ കമ്പി കൊണ്ട് നിലത്തൊരു ദ്വാരമുണ്ടാക്കി. എന്നിട്ട് ഒരു വിത്ത് അതിലിട്ട് മണ്ണിട്ട് മൂടി. ഓ, അയാൾ ഓക്ക് നടുകയാണ്. ഈ സ്ഥലം നിങ്ങളുടേതാണോ? ഞാൻ ചോദിച്ചു. അല്ലെന്ന് അയാൾ പറഞ്ഞു. ഇതൊരു പൊതുഭൂമിയാവണം. ആരാണിതിൻ്റെ ഉടമസ്ഥൻ എന്നറിയാൻ അയാൾക്കൊരു താല്പര്യവുമില്ല. അയാൾ അത്യുത്സാഹത്തോടെ വിത്തുകൾ നട്ടുകൊണ്ടേയിരുന്നു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു പാരഗ്രാഫ്, അല്ലെങ്കിൽ ഒരു ചെറിയ കഥ എന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്ക് നോക്കാം. ഊഷരഭൂമി എന്നതിൻ്റെ അർത്ഥം എന്ത്? വെള്ളത്തിൽ മുങ്ങിയ ഭൂമി, ചതുപ്പ്, വരണ്ട ഭൂമി, കുന്നിൻ പ്രദേശം. എന്തായിരുന്നു ഊഷരഭൂമി എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഇതിൽ ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? വരണ്ട ഭൂമിയാണ് അല്ലേ, വരണ്ട ഭൂമിയാണ്. സഞ്ചാരികൾ പോകാറില്ലാത്ത മലമ്പ്രദേശത്തു കൂടി നടക്കുമ്പോൾ ദൂരെ മരക്കുറ്റി പോലെ അയാൾക്ക് കാണാനായതെന്ത്? എന്തായിരുന്നു അയാൾ കണ്ടിട്ടുണ്ടായിരുന്നത്? ഒരു ആട്ടിടയനെയായിരുന്നു അല്ലേ, ഒരു ആട്ടിടയനെ ആയിരുന്നു. ഇനി മൂന്നാമത്തേത്, സഞ്ചാരി എത്തിച്ചേർന്ന ഗ്രാമത്തിലെ കാലാവസ്ഥ ദുസ്സഹമാണ്. ഗ്രാമത്തെ ഈ അവസ്ഥയിലേക്ക് നയിച്ചത് എന്തായിരുന്നു? ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പ്രതികരണ കുറിപ്പാണ്. ഇവിടെ നോക്കൂ, ഒരു ചെറിയ നിർദ്ദേശക ഇത് തന്നിട്ടുണ്ട് അല്ലേ. വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കുന്നു, യാത്രക്കാർ ശ്രദ്ധിക്കുക. കാട്ടിലൂടെ പോകുന്ന ഈ റോഡ് മുറിച്ചു കടക്കുന്നത് മൃഗങ്ങളാണോ? കാട് ആരത് എന്ന കവിതാഭാഗത്തെ മുൻനിർത്തി പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാം? കാട്ടിലൂടെ പോകുന്ന ഈ റോഡ് മുറിച്ചു കടക്കുന്നത് മൃഗങ്ങളല്ല, മനുഷ്യരാണ്. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മൃഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അവർക്ക് യാതൊരു പോറലും ഏൽക്കാതെ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നുമാണ് ഇവിടെ ഈ നിർദ്ദേശ ബോർഡിലൂടെ പറയുന്നത്. കാട് ആരത് എന്ന പാഠഭാഗത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. കാട് എന്ന് പറയുന്നത് ആരും ഉണ്ടാക്കിയതല്ല, സ്വയം ഉണ്ടായതാണെന്നും അത് കാട്ടിലെ മൃഗങ്ങൾക്കും കാടിൻ്റെ മക്കൾക്കും ഉള്ളതാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അതൊന്നും വകവെക്കാതെയാണ് നാം കാടിനെയും കാട്ടിലെ ഓരോ സംഭവങ്ങളെയും ഉപയോഗിക്കുന്നത്. അതൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇതിലെ ബി ചോദ്യം, കാട് ആരത് എന്നതിൻ്റെ അർത്ഥം എന്ത്? കാട്ടിൽ ആരാണ്? കാട് ആരുടേത്? കാട് നശിപ്പിക്കരുത്. ഏതാണ്? കാട് ആരുടേത് എന്നുള്ളതാണ്. ഓക്കെ, കാട് ആരുടേത്. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം, പ്രവർത്തനം 3 നിവേദനമാണ്. നില സംഗ്രാഹലം പൊന്നാനിയിൽ പരിപാലിക്കുന്ന മിയാവാക്കി വനം. എന്താണ് മിയാവാക്കി വനം? തരിശുഭൂമിയിലും ചുരുങ്ങിയ കാലം കൊണ്ട് സ്വാഭാവിക വനങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആശയം നടപ്പാക്കിയത് ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനായ അകിര മിയാവാക്കിയാണ്. 150-200 വർഷം കൊണ്ട് രൂപപ്പെടുന്ന സ്വാഭാവിക വനങ്ങളെ അതേ രീതിയിൽ പരമാവധി 30 വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുക്കാമെന്ന ആശയമാണ് മിയാവാക്കി വനം. വനവൽക്കരണത്തിന് സ്ഥലപരിമിതി ഏറെയുള്ള നഗരങ്ങളിൽ വൈവിധ്യമാർന്ന മരങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് വളർത്തിയെടുക്കാമെന്നതാണ് മിയാവാക്കി വനങ്ങളെ ഏറെ ആകർഷകമാക്കുന്നത്. ഒരു ചതുരശ്ര മീറ്ററിൽ 3-4 ചെടികളാണ് വേണ്ടത്. വള്ളിച്ചെടികൾ, കുറ്റിച്ചെടികൾ, ചെറുമരങ്ങൾ, വൻ
വൻമരങ്ങൾ എന്നിവ ഇടകലർത്തി നടുന്നത് വഴിവനത്തിലൂടെ പല തട്ടിലുള്ള ഇലച്ചാർത്ത് ഉറപ്പാക്കുന്നു. അടുപ്പിച്ച് നടുമ്പോൾ ചെടികൾ സൂര്യപ്രകാശത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ കൂടുതൽ ഉയരത്തിൽ വളരുവാൻ ചെടികൾ ശ്രമിക്കുന്നു. ഓരോ സ്ഥലത്തും സ്വാഭാവികമായി വളരുന്ന ചെടികളും മറ്റും കണ്ടെത്തിയാണ് മിയാവാക്കി വനം സൃഷ്ടിക്കുന്നത്. അപ്പോൾ എന്താണ് മിയാവാക്കി വനം, അതെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, കുറഞ്ഞ സ്ഥലത്തും വൈവിധ്യമാർന്ന മരങ്ങൾ നട്ടു വളർത്താവുന്ന മിയാവാക്കി വനത്തിൻ്റെ നിർമ്മാണ രീതികൾ പരിചയപ്പെട്ടല്ലോ. നിങ്ങളുടെ പഞ്ചായത്തിലും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു മിയാവാക്കി വനം വെച്ചുപിടിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നൽകുന്നതിനുള്ള ഒരു നിവേദനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നിവേദനം തയ്യാറാക്കേണ്ടത്? നിവേദനം എഴുതുമ്പോൾ നമ്മൾ പ്രേഷിതർ, സ്വീകർത്താവ് എന്നൊക്കെ പറയണം അല്ലേ. അപ്പോൾ പ്രേഷിതർ ആരാണ്? നിങ്ങൾക്കൊരു പേര് കൊടുക്കാം. ഇവിടെ അമൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനി, AUP സ്കൂൾ, കൊല്ലം. ഓക്കെ. സ്വീകർത്താവ് പഞ്ചായത്ത് പ്രസിഡന്റ്, 6ാം വാർഡ്, കൊല്ലം. വിഷയം എന്താണ്? മിയാവാക്കി വനത്തിൻ്റെ നിർമ്മാണം. അതിനുശേഷം, സർ, നമ്മുടെ പഞ്ചായത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശത്ത് വളരെ നല്ല രീതിയിൽ മിയാവാക്കി വനം വെച്ചുപിടിപ്പിക്കുന്നത് വളരെ നല്ല ഗുണമാണെന്ന് ഞാൻ മനസ്സിലാക്കി. നല്ല ഭംഗിയും അതുപോലെ തന്നെ ഓക്സിജനും ലഭിക്കുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞു വനങ്ങൾ എല്ലാവർക്കും കൗതുകവും ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിയാവാക്കി വനം സൃഷ്ടിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായം മാനിച്ച് ഇതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് വിശ്വസ്തയോടെ അമൽ. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നിവേദനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ ഇതേ വിഷയം തന്നെയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയമായിരിക്കും. എന്ത് വിഷയമാണെങ്കിലും ഇതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് പഠിച്ചു വെക്കുക, അതേ രീതിയിൽ എഴുതുക. എന്താണോ വിഷയം തന്നിട്ടുള്ളത് ആ വിഷയത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ ഒന്ന് പരാമർശിക്കുകയും ചെയ്യുക. ഇനി ഇതിലെ B ചോദ്യം, ഫാത്തിമ തുരുത്ത് എന്ന കവിത എഴുതിയതാര്? കുരീപ്പുഴ ശ്രീകുമാർ, അക്ബർ കക്കാട്ടിൽ, പ്രകാശ് ചെന്തളം. ആരാണ്? കുരീപ്പുഴ ശ്രീകുമാറാണ്. ഇനി ഇതിൽ പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പാണ്. അനാവൃഷ്ടി എന്ന ഒരു കുഞ്ഞു കവിത തന്നിട്ടുണ്ട്. ഇടവം പോയി കാലവർഷത്തിനെന്താണാവോ, ഇടിവെട്ടുന്നില്ലൊരു മിന്നലും കാണുന്നില്ല, കുടിനീരില്ല കിണറൊക്കെ വറ്റി കഷ്ടം, കുടിലും വീടും തോടും പാടവും വരണ്ടല്ലോ, ഇടയച്ചെറുക്കന്മാർ കന്നുകാലികളായി വിടം വിട്ടെങ്ങോ പോകുന്നു തണ്ണീരിനായി. MN പാലൂർ എഴുതിയതാണ്. ഇതിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് കവി സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ജലസമൃദ്ധമാവേണ്ട ഇടവപ്പാതയിൽ വരൾച്ച പിടിമുറുക്കി എന്നത് എങ്ങനെ മനസ്സിലാക്കാം? ഇടയച്ചെറുക്കന്മാർ കന്നുകാലികളുമായി സ്ഥലം വിടാൻ കാരണമെന്ത്? വരികളിലെ അക്ഷരങ്ങളുടെ ആവർത്തനം കാവ്യഭംഗി വർദ്ധിപ്പിക്കാൻ എങ്ങനെ സഹായകമാകുന്നു? കവിത വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങളിലൂടെ ആസ്വാദനാംശങ്ങൾ കണ്ടെത്തി അനാവൃഷ്ടി എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരമായിട്ട് നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ ആസ്വാദനക്കുറിപ്പിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, അനാവൃഷ്ടി എന്ന് തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം എന്തൊക്കെ എഴുതാം? MN പാലൂർ എഴുതിയ അനാവൃഷ്ടി എന്ന കവിതയെ ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമായ ഒന്നാണ്. 6 മാസം മഴ ലഭിക്കുന്ന നമ്മുടെ നാട്ടിൽ വെള്ളം ലഭിക്കാത്ത വരൾച്ച അനുഭവിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇടവം പോയിട്ട് കാലവർഷം എത്താത്ത സാഹചര്യത്തെക്കുറിച്ചാണ് കവി ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത്. കുടിക്കാൻ ഒരു ഇറ്റു വെള്ളമില്ലാതെ കിണറെല്ലാം വറ്റിയിരിക്കുകയും കുടിലും വീടും തോടും പാടവും വരണ്ട അവസ്ഥയും കന്നുകാലികളെ നോക്കുന്ന ഇടയന്മാർ ഒരിറ്റു വെള്ളമില്ലാതെ എങ്ങോട്ടോ വെള്ളത്തിനായി പോകുന്ന കാഴ്ചയുമാണ് ഈ കവിതയിലൂടെ കാണുന്നത്. എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായ ഭാഷയിലൂടെ സമകാലിക വിഷയത്തെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. വരികളിലെ അക്ഷരങ്ങളുടെ ആവർത്തനം കാവ്യഭംഗി വർദ്ധിപ്പിക്കാനും കവിതയ്ക്ക് അഴകു കൂട്ടാനും കാരണമാകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിതിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി 5ാമത്തെ പ്രവർത്തനം ഒരു കാർട്ടൂൺ വിശകലനമാണ്. ഇവിടെ എന്താണ്? ഒരു കാർട്ടൂൺ തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഭാര്യ പറയാണ്, എനിക്കൊരു പട്ട് സാരി മേടിച്ച് തന്നില്ലെങ്കിൽ പച്ചക്കറി കഴുകിയ വെള്ളം കുടിച്ച് ആത്മഹത്യ ചെയ്യും, പറഞ്ഞേക്കാം. ഓക്കെ. കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇവിടെ എഴുതി സമർത്ഥിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ എന്ന് പറയുന്നത്? വളരെ സീരിയസ് ആയ ഒരു വിഷയം രസകരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ കാർട്ടൂണിലൂടെ. പട്ടുസാരി മേടിച്ച് തന്നില്ലെങ്കിൽ പച്ചക്കറി കഴുകിയ വെള്ളം കുടിച്ച് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞതിലൂടെ പച്ചക്കറിയുടെ മേന്മയും അതിൽ ഉപയോഗിക്കുന്ന വിഷാംശങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിഷം കുടിക്കണമെങ്കിൽ നമുക്ക് വിഷം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ പച്ചക്കറി കഴുകി ആ വെള്ളം കുടിച്ചാൽ വിഷമാണ് എന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പച്ചക്കറിക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമ്മൾ ആ പച്ചക്കറികളിൽ എത്രത്തോളം വിഷാംശമുണ്ടെന്ന് ഓർക്കാറില്ല.
നമുക്ക് വേണ്ട പച്ചക്കറികൾ നാം തന്നെ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ മാത്രമേ നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സന്ദേശമാണ് ഇതിലൂടെ ഈ പറയുന്നത്. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു ഉപന്യാസം പ്രവർത്തനം 6 ഉപന്യാസം എഴുതുക എന്നുള്ളതാണ്. കേരളത്തിന് കൈത്താങ്ങായി തമിഴ് താരവും. ചെന്നൈ. കാഞ്ചന സിനിമയിലൂടെ ഇന്ത്യ ഒട്ടാകെ ആരാധകരെ സമ്പാദിച്ച നടനും സംവിധായകനുമായ രാഘവ ലോറൻസ് കേരളത്തിൻ്റെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപ സംഭാവന നൽകി. ചെറുപ്പത്തിൽ ഒരുപാട് ദുരിതം അനുഭവിച്ചു വളർന്നതിനാൽ സഹജീവികളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും പേരിലാണ് അദ്ദേഹം ജനഹൃദയങ്ങൾ കീഴടക്കിയത്. പ്രതിഫലത്തിൻ്റെ ഭൂരിഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നടൻ ഉപയോഗിക്കുന്നത്. 2018 പ്രളയത്തിൽ കേരളം തകർന്നപ്പോൾ ധനസഹായവുമായി ആദ്യം എത്തിയവരിൽ ഒരാൾ രാഘവ ലോറൻസ് ആയിരുന്നു. കേരളത്തിൻ്റെ പ്രകൃതി എനിക്ക് വളരെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ സ്ഥലം പോലെ തോന്നുന്നു. പക്ഷേ പ്രളയം വന്നപ്പോൾ അവിടെയുള്ള വീടുകൾ എല്ലാം ഇടിഞ്ഞു വീണു. പ്രകൃതി തന്നെ പ്രളയത്തിൽ മുഴുവനായി തകർന്നു. ആ കാഴ്ച എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ തുക ഉപയോഗിച്ച് പരമാവധി വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ആ 1 കോടി കൊടുക്കാതെ വീട്ടിൽ വെച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങുമായിരിക്കും. അല്ലെങ്കിൽ സ്വർണമോ വാഹനമോ ആഡംബരത്തിനു വേണ്ട മറ്റെന്തെങ്കിലും സാധനമോ വാങ്ങുമായിരിക്കും. അതൊക്കെ വെറും വസ്തുക്കളല്ലേ. പക്ഷേ ആ തുക കൊണ്ട് എത്രയോ ആളുകളുടെ കണ്ണീരൊപ്പം കഴിഞ്ഞത് എനിക്ക് അതിനേക്കാൾ സന്തോഷം നൽകുന്നു, അദ്ദേഹം പറഞ്ഞു. ഇതൊരു പത്രവാർത്തയാണ്. നാട്ടുജീവിതത്തിൻ്റെ ഓരങ്ങളിൽ അർത്ഥശൂന്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില നിരർത്ഥകരായ പ്രവർത്തനങ്ങളിൽ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന കഥയിലും നാം കണ്ടു. ആവശ്യ സന്ദർഭങ്ങളിൽ സ്വന്തം താല്പര്യങ്ങളെ മാറ്റി നിർത്തിയും മറ്റുള്ളവർക്ക് സഹായകമാവാൻ തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗമാണ്. അതിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിയതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതിൽ അടിസ്ഥാന പാഠാവലിയിൽ നമ്മൾ എല്ലാ പാഠഭാഗങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഉപന്യാസം തയ്യാറാക്കാം. അക്ബർ കക്കാട്ടിൽ രചിച്ച കഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം. പ്രസംഗത്തിനായി തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കിണറ്റിൽ പൂച്ച വീണതും പൂച്ചയെ എല്ലാവരും കൂടി കരകയറ്റിയ ശേഷം നാട്ടുകാരെല്ലാവരും പല വഴിക്ക് യാത്രയാവുകയും ചെയ്തു. അവിടെ പ്രസംഗം നടത്തുക എന്നുള്ളതും അത് കേൾക്കുക എന്നുള്ളതുമായിരുന്നു ഏറ്റവും വലിയ ആവശ്യം. പക്ഷേ മറ്റൊരു ആവശ്യം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയും ആ പൂച്ചയെ കരകയറ്റാൻ ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്തതായി നമുക്ക് കാണാം. അത് വിജയിച്ച ശേഷമാണ് എല്ലാവരും അവിടെ നിന്നും പോയത്. ആവശ്യ സന്ദർഭങ്ങളിൽ സ്വന്തം താല്പര്യങ്ങളെ മാറ്റി നിർത്തിയും മറ്റുള്ളവർക്ക് സഹായകമാവാൻ തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി തരുന്ന ഒരു പാഠഭാഗമാണ് ഇത്. നമ്മുടെ ജീവിതത്തിലും പല സമയത്തും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരാറുണ്ട്. അപ്പോഴെല്ലാം നാം ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആവശ്യ സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം. അതിനുശേഷം മാത്രമേ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നമ്മൾ പോകേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലെ ബി ചോദ്യം, വെള്ളത്തിൽ വീണ പൂച്ച നേരത്തെ മാടിയിൽ അഭയം തേടിയതാവും. അടിവരയിട്ട പദത്തിൻ്റെ പകരപദം എഴുതുക. അഥവാ മാടിയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കിണറ്, തൊടി, മാളം. എന്താണ്? മാളം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പോവുക. മലയാളമാണ്, അത്യാവശ്യം എഴുതണം. അതുമാത്രമല്ല എക്സാമിൻ്റെ മുന്നേ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.